24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. കൊച്ചി നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. മുഖ്യ സൂത്രധാരൻ ബെല്ലം രാമപ്രസാദ് ഗോണ്ടയാണ് ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘ തലവന്മാരിൽ ഒരാളെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന ദാതാക്കൾക്ക് 3 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് നൽകിയിരുന്നത്. സ്വീകർത്താക്കളിൽ നിന്ന് 1 കോടി രൂപ വരെ വാങ്ങിയിരുന്നതായും കണ്ടെത്തൽ. ഇറാൻ അവയവക്കടത്തിന് ഇരയാകുന്നവരെ സ്വീകരിച്ചിരുന്നത് സാബിത്താണ്. അവയവം നൽകുന്നവർക്ക് മതിയായ ചികിത്സ കൊടുത്തിരുന്നില്ല. കൊച്ചി സ്വദേശി മധുവിനായി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ഒരു അന്തർദേശീയ ചെയിൻ, ഒരു റാക്കറ്റ് സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പോലീസ് സംഘം മനസ്സിലാക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ വാർത്ത തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് 24 ആണ്. ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസും നമ്മൾ പുറത്തുവിടുന്നു. ഇന്നലെ അറസ്റ്റിലായ ബെല്ലം രാംപ്രസാദ് ഗോണ്ട, അയാളെ സംബന്ധിച്ച വിവരങ്ങളാണ് വരുന്നത്. ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ എന്ന വിവരം, സംഘത്തലവനാണ് ഇയാൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇയാളാണ് സ്വീകർത്താക്കളെ ആദ്യം കണ്ടെത്തുന്നത്. പിന്നാലെ ഗ്രാമങ്ങളിൽ നിന്നും ദാതാക്കളെ കൂടി കണ്ടുപിടിക്കും. ഒരാൾക്ക്, അതായത് ഒരു ദാതാവിന് 3 മുതൽ 6 ലക്ഷം രൂപ വരെ നൽകും. എന്നാൽ ഈ അവയവം സ്വീകരിക്കുന്നവരിൽ നിന്നും 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഇയാൾ വാങ്ങിയിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ആളുകളെ ഇറാനിലേക്ക് അയക്കും. അവിടെ സാബിത്ത് ആളുകളെ സ്വീകരിക്കും. ചികിത്സയും ശസ്ത്രക്രിയയും നടത്താൻ സൗകര്യമൊരുക്കുന്നത് സാബിത്തും കൊച്ചി സ്വദേശി മധുവും ചേർന്നാണ്. എന്നാൽ ഏറ്റവും ദാരുണമായ കാര്യം, ഈ അവയവം കൊടുത്ത ശേഷം ഇറാനിൽ നിന്നും തിരിച്ചു വരുന്നവർക്ക് മതിയായ തുടർ ചികിത്സ നൽകുന്നില്ല എന്നുള്ളതാണ്. അവരിൽ പല ആളുകളും അകാല മൃത്യു വരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും ബ്ലൂ കോർണർ നോട്ടീസ് ഈ കൊച്ചി സ്വദേശി മധുവിനെതിരെ വൈകാതെ പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും പുതിയ വിവരം. എസ്കേൻ. ശ്രീകാന്ത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.